ശ്രുതിനെ ഇതിനകത്ത് ഉപദ്രവിക്കുന്ന ഒരു സീൻ ഉണ്ട്. അപ്പൊ അത് മോള് കണ്ടിട്ട് ശരിക്കും എക്സ്പ്രഷൻ ഇട്ടതാ. ഐ മീൻ വന്നതാണ്. മോൾക്കത് മനസ്സിലായില്ല അത് അഭിനയമാണെന്ന്. മോൾക്ക് അറിയില്ലല്ലോ. കണ്ണ് കാണാതെ അതെങ്ങനെയാ ചെയ്തത് മോള്? കണ്ണ് കാണാതെ സൈഡിലേക്ക് ഇങ്ങോട്ടൊക്കെ നോക്കിക്കൊണ്ട് ഇങ്ങനെയൊക്കെ സൈഡിലേക്ക് നോക്കിക്കൊണ്ടിരുന്നോ? രണ്ട് സൈഡിലേക്കും മേളിലേക്കും താഴേക്കും ഒക്കെ നോക്കിയോ? ഉയര് കാണണേ, എന്നിട്ട് എന്നെ ഇഷ്ടാവണേന്ന് പറയും. എന്നിട്ട് എന്നെ ഇഷ്ടമാണ്. സിനിമ സ്വപ്നം കാണുന്നവർക്ക് ചാവറ ഫിലിം സ്കൂൾ, കൊച്ചി. മിത്രക്കുട്ടിയാണ് ഇന്ന് നമ്മളുടെ ഒപ്പം. ഹലോ മിത്ര. ഹലോ. മിത്രയുടെ ഒപ്പം മിത്രയുടെ അമ്മ സന്ധ്യ നമ്മുടെ കൂടെ ജോയിൻ ചെയ്യാണ്. ഹായ് സന്ധ്യ, സുഖായിട്ടിരിക്കുന്നു? മിത്രക്കുട്ടി സുഖാണോ? തിയേറ്ററിൽ പോയി ഉയർ കണ്ടോ? എന്ത് പറഞ്ഞു എല്ലാരും? കൊള്ളാന്നോ? മോള് കണ്ടിട്ട് മോൾക്ക് ഇഷ്ടായോ? മോള് മിത്രപ്പ ഏത് ക്ലാസ്സിലാ പഠിക്കുന്നേ? ഏത് സ്കൂളിലാ? നല്ല മിടുക്കി കുട്ടി, എല്ലാ ചോദ്യത്തിനും കറക്റ്റ് ആയിട്ട് ആൻസർ പറയുന്നുണ്ട്. മോൾക്ക് ഇഷ്ടായിരുന്നോ ഉയർല അഭിനയിച്ചതൊക്കെ? ശരി സന്ധ്യ പറയൂ, മോൾ എങ്ങനെയാ ഉയർലേക്ക്, എങ്ങനെയാ മോൾക്ക് ആ ഒരു ചാൻസ് വന്നതൊക്കെ? ഓഡിഷൻ വഴിയാണ് നമ്മള് പോയത്. അപ്പൊ ഇവർക്ക് 3 വയസ്സുള്ളൂ. അപ്പം എനിക്ക് തോന്നുന്നു 4 years 5 years എന്തോ ആണ് ആ സമയം എന്തോ പറഞ്ഞത് തോന്നുന്നു. അപ്പൊ ഞാൻ ഇങ്ങനെ ചോദിച്ചു മോൾക്ക് പറ്റുമോന്ന് ചോദിച്ചപ്പോ എന്നോട് പറഞ്ഞു നോക്കി നോക്കാം, ഓഡിഷൻ ഉണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങള് ഓഡിഷന് പോയി. ഓഡിഷന് പോയത് ഭയങ്കര കോമഡിയാണ് ആക്ച്വലി. ഇവള് കുഞ്ഞല്ലേ, അപ്പം അവള് ചെയ്യോ ഇല്ലയോന്നൊന്നും എനിക്ക് അറിയില്ല. പ്രത്യേകിച്ച് ഓഡിഷൻ ചെയ്യുമോന്നൊന്നും എനിക്ക് അറിയില്ല. അപ്പൊ ഫസ്റ്റ് ഓഡിഷൻ അറ്റൻഡ് ചെയ്യുന്നത് ഉയർന്നു വേണ്ടിയിട്ടാണ്. ഓക്കെ. അപ്പം പോയി ഓഡിഷൻ അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് ഷൂട്ടിങ് കഴിഞ്ഞിട്ട് എന്താ ഡബ് ചെയ്തേ? എന്ത് ഡയലോഗൊക്കെയാ പറഞ്ഞേ? പറഞ്ഞേ, ഓർമ്മയുണ്ടോ നോക്കട്ടെ. ഇപ്പൊ നമ്മള് ചിരിക്കും, പക്ഷെ ഉയര് കണ്ടവർക്ക് അറിയാം ആ ഡയലോഗ് പറയുമ്പോ നമ്മളുടെ ഉള്ളിൽ വരുന്നൊരു ഫീൽ എന്താണ്. അതെ, നമ്മളിപ്പൊ അതിരുന്ന് കേട്ട് മോൾ ഇങ്ങനെ ഇത്ര ക്യൂട്ട് ആയതുകൊണ്ട് നമ്മൾ ചിരിക്കുന്നു. പക്ഷെ ഉയർ സിനിമയിലൂടെ നമ്മളെ എത്രത്തോളം അതിന്റെ ആ ഒരു കംപ്ലീറ്റ് ഡെപ്തിലേക്ക് നമ്മളെ കൊണ്ടുപോയത് ഈ മിത്രക്കുട്ടിയാണ്. ശരി, എന്നിട്ട് പറയും ബാക്കി കഥ. അപ്പൊ അങ്ങനെ ഓഡിഷന് പോയ ടൈമില് ഇല്ലായിരുന്നു, സെറിലായിരുന്നു. അപ്പോൾ പ്രസാദേട്ടനൊക്കെ ആയിരുന്നുണ്ടായിരുന്നു. അപ്പോൾ ഫോണിലാണല്ലോ ഷൂട്ട് ചെയ്യണത്. അപ്പൊ ഇവള് നോക്കുമ്പോ ക്യാമറ ഇല്ല, ഡയറക്ടർ ഇല്ല. അപ്പൊ ഇവളോട് ഒന്ന് ചിരിച്ചു കാണിക്കുമ്പോളെ ഒന്ന് സങ്കടം കാണിക്കും. ഇതൊക്കെ പറയുമ്പോ ഇവള് ഇതേപോലെ ഇങ്ങനെ ഇതൊക്കെ പറഞ്ഞിട്ടുള്ള ആക്ഷൻസ് ആണ്. അപ്പൊ തന്നെ ഇതൊന്ന് കാണിക്കുക, എന്തെങ്കിലും ഒന്ന് കാണിക്കുക അവര് പറയണത് എന്നൊക്കെ പറഞ്ഞിട്ടൊന്നും ഒരു രക്ഷയില്ല. ഇവളൊന്നും മര്യാദയ്ക്ക് കാണിക്കുന്നില്ല. എനിക്കാണെങ്കിൽ എന്താണ് ഇവള് കാണിക്കുക. അപ്പൊ എന്തായാലും കിട്ടില്ല. വേറെ കുട്ടികളും ഉണ്ടായിരുന്നു അവിടെ. അപ്പൊ എന്തായാലും കിട്ടില്ല എന്ന് ഉറപ്പിച്ചു ഞങ്ങള്. ഇത് ചെയ്ത് കഴിഞ്ഞിട്ട് ഞങ്ങള് ഇറങ്ങി ഞങ്ങള് പോയിട്ട് എനിക്ക് തോന്നുന്നു ഒരു വീട്ടിലേക്ക് വീട്ടിലേക്ക് പോയിട്ട് എനിക്ക് തോന്നുന്നു ഞങ്ങള് ഒരു സന്ധ്യയൊക്കെ കഴിഞ്ഞ് ഉച്ചയ്ക്ക് വൈകിട്ടോ ആണ് ഇതിന്റെ പകലായിരുന്നു ഓഡിഷൻ. വൈകിട്ടായപ്പോഴേക്കും ഇതിന്റെ കാസ്റ്റിംഗ് ഡയറക്ടർ ഞങ്ങളെ വിളിച്ചിട്ട് പറഞ്ഞു മോള് സെലക്ട് ആയല്ലോ എന്ന് പറഞ്ഞു. ഞാൻ തമാശ പറയല്ലേ, വെറുതെ ഞാൻ ചുമ്മാ പറയല്ലേ എന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു ഇല്ല, സീരിയസ് ആയിട്ട് മോളാണ് സെലക്ട് ആയത് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പറഞ്ഞു. ഓഡിഷൻ കഴിഞ്ഞ് ഞങ്ങൾ വണ്ടിയിൽ പോണ സമയത്ത് ഞാൻ പറഞ്ഞു ഇത് ഇവിടത്തോടെ നിർത്തിക്കോ, ഞങ്ങളൊന്നും ചെയ്തില്ലല്ലോ. അപ്പൊ ഞാൻ പറഞ്ഞു ഇത് ഇവിടത്തോടെ നിർത്തിക്കോ, ഇനി ഈ പരിപാടിക്ക് ഞാനില്ലാന്ന് പറഞ്ഞു. ഒന്നും ചെയ്യുന്നില്ല, പിന്നെ എന്തിനാ പോയിട്ട് ഒരു കാര്യമില്ല, ഒന്നും ചെയ്യുന്നില്ല. ഇത് ഇന്നത്തോടെ ഈ പരിപാടി വെച്ച് പൂട്ടിക്കോളാൻ പറഞ്ഞു. ഞാൻ വേണ്ടാന്ന് വെച്ചിരിക്കുകയായിരുന്നു. അപ്പോഴാണ് ഇങ്ങനെ വൈകിട്ട് വിളിച്ചിട്ട് സെലക്ട് ആയി എന്നൊക്കെ പറഞ്ഞു. ഞാൻ ശരിക്കും ഞെട്ടി. ഇത് എന്താണ്, എങ്ങനെ സെലക്ട് ആയി ഒക്കെ ഞാൻ ഞെട്ടി. പക്ഷെ ഷൂട്ടിന് പിന്നെ ഇവള് ചെയ്യുന്നില്ലല്ലോ, അപ്പൊ നമുക്ക് അറിയില്ല ഇവള് ചെയ്യോ, എന്താണ് സംഭവം. പിന്നെ ഡയലോഗ്സും ചെറിയ ഡയലോഗ്സ് ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ഇങ്ങനെ ഡയലോഗൊക്കെ എങ്ങനെ പറയും, ഒരു ഐഡിയ ഇല്ല. അപ്പൊ ഈ സിനിമയുടെ ഷൂട്ടിന്റെ ടൈമിൽ, ഷൂട്ട് തുടങ്ങുന്നതിന് മുമ്പ് ഇവർക്ക് 3 വയസ്സാണ്. സിനിമയുടെ സെറ്റിൽ വെച്ചിട്ടാണ് ഇവളുടെ 4th ബർത്ത്ഡേ ആഘോഷിക്കണം നമ്മള്. അപ്പൊ ഇവള് പോയിട്ട് ഈ ക്യാമറ മറ്റേ റോളിംഗ് സ്റ്റാർട്ട് മറ്റേ ബർത്ത്ഡേ ആയിരുന്നു 5ാമത്തെ. ആണോ? കേക്ക് കട്ട് ചെയ്തോ? ഫസ്റ്റ് നമുക്ക് കൂർഗിലായിരുന്നു, അവിടെയായിരുന്നു ഷൂട്ട്. അപ്പൊ ഭയങ്കര തണുപ്പൊക്കെ ആയിരുന്നു ആ ടൈമിൽ അവിടെ.
പക്ഷെ ഇവള് ചെന്ന് മറ്റേ ഡൾ മേക്കപ്പ് ഒക്കെ ആയിരുന്നു നമുക്ക് ഫസ്റ്റ് മോക്ക് ഡൾ മേക്കപ്പ് കറുത്ത് അങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പൊ അവിടെ ഷൂട്ടിന് ചെന്ന് കഴിഞ്ഞപ്പോഴും എനിക്കറിയില്ല ഇവള് ചെയ്യോ ഇല്ലയോ ഒന്നും നമുക്കറിയില്ല. പക്ഷെ ഇവള് ഇങ്ങനെ ഷൂട്ട് സ്റ്റാർട്ട് ചെയ്ത് ഇവള് ചെയ്യുന്നുണ്ട്, ആക്ഷൻ കേൾക്കുമ്പോ ഇവള് ചെയ്യുന്നുണ്ട്. എന്നിട്ട് ഫസ്റ്റ് ഷൂട്ട് എടുത്ത് ഏതായിരുന്നു ഫസ്റ്റ് ഓർമ്മയുണ്ടോ? ഫസ്റ്റ് എന്താ എടുത്തെന്ന്? വിനോദേട്ടൻ ഹരീഷ് ഏട്ടനൊക്കെ ആയിട്ടുള്ള അമ്മേനെ കൊല്ലുന്ന സീനുണ്ടായിരുന്നു. ആണോ? അത് മോള് കണ്ടോ? ഓ, ശ്രുതിനെ ഇതിനകത്ത് ഉപദ്രവിക്കുന്ന ഒരു സീൻ ആണ്. അപ്പൊ അത് നമ്മള് പറയുമോ? ഓക്കെ, അപ്പൊ അത് മോള് കണ്ടിട്ട് ശരിക്കും എക്സ്പ്രഷൻ ഇട്ടതാ, ഐ മീൻ വന്നതാണ്. ഓ, അത് മോൾക്കത് മനസ്സിലായില്ല അത് അഭിനയമാണെന്ന്. മോൾക്ക് അറിയില്ലല്ലോ. അപ്പൊ അത് ശരിക്കും ഞങ്ങള് തന്നെ ശരിക്കും അത് കണ്ടിട്ട് ഞങ്ങള് ശരിക്കും മോളിത് അവളത് പെട്ടെന്ന് ആ ഉള്ള റിയാക്ഷനിൽ അവളുടെ ആ ഒരു ആക്ഷൻ ലെവലിൽ റിയാക്ഷൻ വന്നതാണ്. ഞങ്ങള് ശരിക്കും അത് പക്ഷെ അത് സിനിമയിൽ കണ്ടപ്പോ ശരിക്കും ഞങ്ങളും അയ്യോ ആ സീൻ വന്നു, അടിപൊളി, നല്ല രസമായിട്ടാണ് ആ എക്സ്പ്രഷൻ വന്നത്, മോള് ചെയ്തത് നല്ല രസമായിരുന്നു. അജയ്ക്കൊപ്പം ക്യാമറ കറക്റ്റ് വെച്ചിരിക്കുന്നു മോളുടെ എക്സ്പ്രഷൻ കിട്ടാൻ വേണ്ടിയിട്ട്. എന്ന് വെച്ചാല് മുഖത്തടിക്കുന്ന ഒരു സീൻ ഉണ്ടായിരുന്നു. മുഖത്തടിക്കുന്ന സീനോ? ആണോ? കല്ലില് കണ്ട്. ആണോ? അയ്യോ, മോൾക്ക് സങ്കടായോ ആ സീനൊക്കെ കണ്ടപ്പോ? എനിക്ക് സങ്കടമില്ല. അല്ലേ? ആഹാ, വരവില് വിൻസിയുടെ കൂടെയൊക്കെ കുറച്ച് കഴിഞ്ഞപ്പോ ഒരു ഗ്യാപ്പിന് ശേഷമാണ് നമുക്ക് വരവ് കിട്ടിയത്. ഒരുപാട് ഗ്യാപ്പായില്ല, കഴിയുമ്പോ വരവ് കിട്ടി. അപ്പൊ അതും ഓഡിഷനിലൂടെയാണോ? അല്ല, അത് ഉയർന്റെ തന്നെ ഒരു പ്രൊഡക്ഷൻ കൺട്രോളർ ഉണ്ടായിരുന്നു, അദ്ദേഹം വിളിച്ചിട്ട് അങ്ങനെയാണ് വരവിലേക്ക് എത്തിയത്. ഓക്കെ, വരവിലെ ക്യാരക്ടർ എന്തായിരുന്നു മോളുടെ? വരവില് ആക്ച്വലി ഒരു ബ്ലൈൻഡ് ഗേൾ ആയിട്ടാ ചെയ്തവള്. ഓ, അത് മോൾക്ക് അത് മനസ്സിലായിട്ട് എങ്ങനെയത്? അവള് ചെയ്തു, എനിക്ക് അങ്ങനെ പറയാൻ പറ്റുന്നുള്ളൂ, അവള് ചെയ്തു. അപ്പൊ ഇങ്ങനെ മോളുടെ അടുത്ത് മോള് ചെയ്യേണ്ട സീനും കാര്യങ്ങളും ഈവൻ ഉയരിലാണെങ്കിലും വരവിലാണെങ്കിലും ഒരു ഡയലോഗ് നിങ്ങൾക്ക് അറിയാലോ എന്തായിരിക്കും, അതപ്പോ തലേദിവസം രാത്രി സന്ധ്യ മോളെ റൂമിലിരുത്തി പ്രിപ്പയർ ചെയ്യിപ്പിച്ച് അഭിനയിപ്പിക്കുവോ? അതെന്താ സംഭവം എന്ന് വെച്ചാല് ആദ്യത്തെ ദിവസം ഞാൻ ഇങ്ങനെ എന്താ സംഭവം എന്നുള്ളത് ഞാൻ ജസ്റ്റ് ഇങ്ങനെ പറഞ്ഞു കൊടുത്തു, ഇങ്ങനെ ഇതാ. അത് പിറ്റേ ദിവസം അവൾ അവിടെ പോയി ചെയ്തപ്പോ ഇതൊന്നുമല്ല അവള് ചെയ്യുന്നത്, അവൾ അവളുടെ ഇഷ്ടത്തിനാണ് പെർഫോം ചെയ്യുന്നത്. അപ്പൊ എനിക്ക് മനസ്സിലായി ഞാൻ പറഞ്ഞു കൊടുത്തിട്ടും കാര്യമില്ല എന്ന് എനിക്ക് മനസ്സിലായി, കാരണം നമുക്ക് അറിയില്ല, ഞാൻ പറഞ്ഞ പോലെ. അപ്പൊ അത് ഭയങ്കര എങ്ങനെയാ കണ്ണ് കാണാതെ അതെങ്ങനെയാ ചെയ്തത് മോള്? കണ്ണ് കാണാതെ സൈഡിലേക്ക് ഇങ്ങോട്ടൊക്കെ നോക്കിക്കൊണ്ട് ഇങ്ങനെയൊക്കെ സൈഡിലേക്ക് നോക്കിക്കൊണ്ടിരുന്നോ? രണ്ട് സൈഡിലേക്കും മേളിലേക്കും താഴേക്കും ഒക്കെ നോക്കിയോ? ആണോ? ആരാ അങ്ങനെയൊക്കെ നോക്കണമെന്ന് പറഞ്ഞേ? അതിന്റെ ഡയറക്ടറാണോ പറഞ്ഞേ? ഷാജിയങ്കിളാണോ പറഞ്ഞേ? ആണോ? അപ്പൊ അത് എക്സ്പ്ലെയിൻ ചെയ്ത് മോൾക്ക് അത് മനസ്സിലായോ? ഇങ്ങനെ മോളെ കണ്ണ് കാണാത്ത രീതി നമ്മളൊരു ഇത് കാണിച്ചു കൊടുത്തു. പക്ഷെ അവള് ഈ പറഞ്ഞ പോലെ ആക്ഷൻ കേൾക്കുമ്പോ അവളുടേതായ രീതിയിലാണ് അവള് ചെയ്യുന്നത് ഫുള്ള്, നമ്മൾ പറഞ്ഞു കൊടുക്കുന്നതേ അല്ല. അപ്പൊ ഇതുപോലെ തന്നെ വരവിന്റെ ടൈമിലും ഞാൻ എനിക്ക് അറിയില്ലല്ലോ, അപ്പൊ ഞാൻ ഇതുപോലെ ഇങ്ങനെ പറഞ്ഞു കൊടുത്തു, മോളെ ഇങ്ങനെ ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യുന്നൊക്കെ പറഞ്ഞു. കണ്ണ് കാണാത്ത കുട്ടിയല്ലേ. അപ്പൊ പക്ഷെ അവിടെ ചെന്ന് ഈ പറഞ്ഞ പോലെ ആക്ഷൻ കേട്ട് കഴിയുമ്പോ അവൾ അവളുടേതായ രീതിയിലാണ് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് പിന്നെ പറയേണ്ടി വന്നില്ല. ഓക്കെ, ഇപ്പൊ വന്നു കഴിഞ്ഞപ്പോ അവസാനം 2 മൂവിയും ഒരേപോലെ തന്നെ ജൂൺ മാസത്തിൽ തന്നെ റിലീസ്. പക്ഷെ വരവിപ്പോ മാറ്റി അല്ലെ? കുഞ്ഞിലേന്ന് പറയുമ്പോ ഇപ്പൊ ഒരുപാട് വലുതായോ? ആണോ? ഇപ്പൊ വലിയ കുട്ടിയായോ? എത്ര കുട്ടി? അമ്മ പറയാ. പിന്നെ എങ്ങനെ മോള് പിന്നെ എത്ര പ്രായത്തിലാ ചെയ്തത്? 3 years സ്റ്റാർട്ട് ചെയ്തു അഭിനയം. 3 yearsലും 0 yearsലും ഒക്കെ അഭിനയിച്ചു അല്ലേ? മോൾക്ക് വലുതാകുമ്പോ ആരാവണമെന്ന് ആഗ്രഹം? പോലീസാ? ആണോ? ഡോക്ടർ. രണ്ടും ആവണം. ആദ്യം നമുക്ക് എന്താവണം? പോലീസ് ഒരുമിച്ചാവണം അല്ലേ? ഡോക്ടറും ആവണം, പോലീസും ആവണം. ഓക്കെ, അമ്മേനെ അച്ഛനും വീട്ടിലിരുത്തും. എന്നിട്ട് മോള് ജോലിക്ക് പോവും. കണ്ടോ? ഓക്കെ, അച്ഛനോ? അച്ഛൻ വീട്ടിൽ നിന്ന് വർക്ക് ചെയ്യും. ഞാൻ പോലീസ് ചെയ്യാൻ പോവും. പിന്നെ എന്ത് വേണം? ഡോക്ടറും ആവും അല്ലേ? അമ്മ ഫുൾ ജിമ്മിൽ പോയിക്കൊണ്ടേയിരിക്കും ആ സമയത്തും
അല്ലേ? കളരിയും ചെയ്യുന്നുണ്ട്. കളറിയും ചെയ്യോ അമ്മ? അല്ലല്ല, അത് മോള് ആണോ? ചെയ്യുന്നത്. മിത്രക്കുട്ടിയാണോ കളറി ചെയ്യുന്നത്? ഇഷ്ടാണോ? ആണോ? സൂപ്പറായിട്ട് ഇപ്പൊ ചെയ്യോ? ഇപ്പൊ ബോക്സിംഗും ഇഷ്ടം. ആണോ? ആർക്കിട്ട്? അച്ഛനിട്ടാണോ ബോക്സ് ചെയ്യണേ? അല്ല, പിന്നെ പിന്നെ രാവണ ചേച്ചിയുടെ കൂടെയോ അത് ബൈക്ക് ചേച്ചിയുടെ കൂടെയോ? ബോക്സിംഗ് ബോക്സിംഗ് ഇഷ്ടാന്നേ ഉള്ളൂ. ഇഷ്ടാന്നേ ഉള്ളൂ. ബോക്സിംഗ് സന്ദീപിന്റെ കൂടെ ചെയ്യും. സന്ദീപിന്റെ കൂടെ. ആരേ സന്ദീപ്? പറഞ്ഞോട്. അമ്മേന്റെ ആ ആ അമ്മേന്റെ ആരാ? പറഞ്ഞോ. ബ്രദർ. ബ്രദറിന്റെ മോനെ. അല്ല, ബ്രദർ. ഓ, അമ്മയുടെ ബ്രദറാണോ ഈ സന്ദീപ്? ആ, എന്നിട്ട് ഞാൻ എന്നിട്ട് ഞാൻ ഇങ്ങനെ ഇടിച്ചിടുവോ? പാവം. ഇടിക്കും, ആ, പിച്ചും, അടിക്കും, അടിക്കും. മാന്തു അല്ലേ? ഭയങ്കര വില്ലത്തിയാണല്ലോ. മാന്തും. ശ്ശോ, അതിനേക്കാളും പാവം സന്ദീപ് മാമ. വില്ലനാണ് അവൻ. ആഹാ. വെറുതെ ഇരുത്തില്ല. ആ, ഇങ്ങനെ പിച്ചുകൊണ്ടേ ഇരിക്കും. കാല് വെച്ച്. ആണോ? ഇങ്ങനെ മോളെ ഇങ്ങനെ ഇറിറ്റേറ്റ് ചെയ്യല്ലേ? അപ്പൊ സന്ദീപ് മാമയ്ക്ക് ടോറിന് അടി കൊടുക്കണം എന്തായാലും. ആഹാ, എപ്പോഴും അങ്ങനെ ചെയ്യും. ഇറിറ്റേറ്റ് ചെയ്യും. ഷോ, അപ്പൊ സന്ദീപ് മാമയുടെ അടുത്ത് പോകാൻ ഇഷ്ടമാണോ മോൾക്ക്? ഇഷ്ടമൊക്കെയാണ്. ഇഷ്ടമൊക്കെയാ. പക്ഷെ അടിക്കും, വെച്ചും, മാന്തും. മാന്തും എല്ലാം ചെയ്യും അല്ലേ? അപ്പൊ മോള് സിനിമ ചെയ്തു. അത് ഇത്രയും വലിയ ഡയറക്ടേഴ്സിന്റെ കൂടെ, ഒന്ന് എം പത്മകുമാർ സർ, ഒന്ന് ഷാജി കൈലാസ് സർ. അപ്പൊ രണ്ടും വലിയ വലിയ ഡയറക്ടേഴ്സിന്റെ കൂടെയാണ് അവൾക്കൊരു ഓപ്പണിംഗ് കിട്ടിയത്. അപ്പം ഞാൻ ഭയങ്കരമായിട്ട് ആഗ്രഹിച്ച കാര്യങ്ങൾ, കുഞ്ഞിലെ അഭിനയിക്കണം എന്ന് ആഗ്രഹിച്ചത്, അത് അവൾക്ക് പറ്റി. അതും ഇത്രയും വലിയ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഇത്രയും വലിയ ഡയറക്ടേഴ്സിന്റെ കൂടെ അഭിനയിക്കണം എന്ന് ആഗ്രഹിച്ചിട്ട് അത് മോൾക്ക് പറ്റി. അപ്പൊ അത് ഭയങ്കരമായിട്ട് ഞാൻ ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ ഇവളിലൂടെ നടക്കുന്നതുകൊണ്ട് ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. ഡബിങ് സ്റ്റുഡിയോ, ആ ഒരു ഇത് സ്ക്രീനിലൂടെ മോളെ കണ്ടോണ്ട് മോളത് ഡബ് ചെയ്യുന്നു, അതൊക്കെ അത്ര ഈസി പ്രോസസ് ആയിരുന്നോ? അവൾക്ക് ഈസി ആയിരുന്നു തോന്നുന്നു. അത് അവള് പെട്ടെന്ന് ചെയ്തോ? ആണോ? അവള് അവിടെ ഈ ഭയങ്കര സംഭവമാണല്ലോ. ഭയങ്കര സ്മാർട്ട് ആണല്ലോ. 3 വയസ്സുള്ള കുട്ടി അങ്ങനെയൊക്കെ പറയണമെങ്കിൽ അവൾ അതുപോലെ, നിങ്ങൾ വീട്ടിൽ അതുപോലെ സിനിമ കാണുന്നവരാണോ? അയ്യോ, ഞങ്ങള് സിനിമ ഫാമിലിയാണ് ശരിക്കും. ഹസ്ബൻഡ് സിനിമ അഭിനയിച്ചിട്ടുണ്ട്. അതെ, അതിന് മുമ്പേ പറയണല്ലോ നമുക്കൊക്കെ. ഡിനോസർ പാർക്ക് കാണാറുണ്ട്. ആണോ? അത് ഒത്തിരി ഇഷ്ടാണോ മോൾക്ക്? സാധാരണ കുട്ടികൾക്ക് ഈ പ്രേത പടങ്ങളൊന്നും ഇഷ്ടമല്ല, പേടിയാണ്. ഇവള് ഹൊറർ മൂവീസ് എടുത്തിട്ട് കാണും. അങ്ങനത്തെ കുട്ടിയാണ്. പ്രേതത്തിന് പേടിയില്ലേ? ഇല്ലേ? അതെന്താ പേടിയില്ലാത്ത? കാരണം ഈ മോളൊക്കെ എങ്ങനെ ഇത് വരാതിരിക്കും? ബ്ലഡിലുണ്ടല്ലോ. അമ്മ സന്ധ്യ നന്നായിട്ട് ആക്ട് ചെയ്യണു. സന്ധ്യയുടെ ഹസ്ബൻഡ്, പിന്നെ ഹസ്ബൻഡ് ട്വിൻ സിസ്റ്റർ ആരാന്ന് ചോദിച്ചാൽ നമുക്ക് എല്ലാവർക്കും അറിയാം, അഞ്ജലി നായരുടെ ബ്രദറിന്റെ മോളാണ് നമ്മുടെ മിത്രക്കുട്ടി. അപ്പൊ ആ ഒരു രീതിയിൽ അഞ്ജലിയുടെ കുട്ടികളും ഒക്കെ സിനിമയിൽ അഭിനയിക്കുന്നവരാണ്. അപ്പൊ മോളുടെ ആ ഒരു ഫാമിലിയില് ഉണ്ട്, ബ്ലഡിലുണ്ട്. ജീനിലുണ്ട് ആ സംഭവം. അയ്യോ, വീട്ടില് എന്നെ ഭയങ്കര ഹെൽപ്പാണ്. വന്ന് കസേരയൊക്കെ എടുത്തിട്ട് വാഷ് ചെയ്യല്. ആണോ? അപ്പൊ മോളാണോ വീട്ടിലെ പാത്രമൊക്കെ കഴുകുന്നേ? ആഹാ. എന്നെ പക്ഷെ സമ്മതിക്കുന്നില്ല ചെയ്യാൻ. എന്നാ അമ്മ എന്നെ സമ്മതിക്കണം കേട്ടോ. ഞങ്ങള് ചെയ്തിട്ട് വീട്ടിലത്തെ പണികളെല്ലാം, കുക്ക് ചെയ്യാൻ അറിയാം, പാത്രം കഴുകാൻ അറിയാം, ചായ കിട്ടും. ആണാ? ഹായ്, സൂപ്പർ ആയിരുന്നോ മിത്രക്കുട്ടിയുടെ ചായ? അടിപൊളിയായിരുന്നു അല്ലേ വിത്തു? ആണാ? സൂപ്പർ ചായ. മോൾക്ക് സ്കൂളിൽ പോകാനാണോ കൂടുതൽ ഇഷ്ടം, ഷൂട്ടിന് പോകാനാണോ ഇഷ്ടം? ഷൂട്ട്. പക്ഷെ തണുപ്പ് സ്ഥലമാണെങ്കിൽ കുഴപ്പമില്ല. തണുപ്പുണ്ടെങ്കിലും കുഴപ്പമില്ല. തണുപ്പുണ്ടെങ്കിൽ കുഴപ്പമില്ല. ചൂടാണെങ്കിലോ പറ്റൂല. അയ്യോ, അപ്പൊ ഇനി അടുത്തൊരു സിനിമ ചൂടില്ല. ആ അങ്കിളിന്റെ സിനിമ ചൂടുള്ള സ്ഥലത്താണല്ലോ ഷൂട്ടിംഗ്. ആ അങ്കിൾ അങ്ങനെയാ. അപ്പൊ എന്ത് എന്നാ വേണ്ടെന്ന് പറഞ്ഞേക്കാം. അയ്യോ, എന്നാ വേണ്ട കേട്ടാ. മോൾക്ക് പറ്റില്ല, ചൂടത്ത് അഭിനയിക്കാൻ പറ്റില്ല. അങ്കിള് AC തരാന്ന്, അവിടെ AC വെക്കാന്ന്. AC അല്ല, തണുപ്പാണോ? തണുപ്പാണോ കേട്ടോ മക്കളെ? ക്ലൈമറ്റ് തണുപ്പായിരിക്കണം, എന്നാലേ മിത്രക്കുട്ടി അഭിനയിക്കുള്ളൂ. ഷോ, എന്ത് ചെയ്യും? 2 സിനിമയുടെ ഷൂട്ട് സെറ്റ് ഉണ്ടായിരുന്നത് തണുപ്പാണ്. ഒന്ന് കൂർഗും മറ്റേ വരവില് മറയൂരുമാണ്. അപ്പൊ 2 സ്ഥലത്തും തണുപ്പുണ്ടായിരുന്നു. അപ്പൊ മാഡം അതങ്ങ് സെറ്റായി. അപ്പൊ ഇനി മിക്കവാറും അടുത്ത ഷൂട്ടിൽ ലൊക്കേഷൻ ഞങ്ങൾ ഇടയ്ക്ക് ഈ മറ്റേ തണുപ്പുള്ള സ്ഥലത്തേക്ക് ചിലപ്പോ ഇങ്ങനെ പോകലുണ്ട്, ചിലപ്പോ ഒരു ഡ്രൈവ് ഒക്കെ. അപ്പൊ അവള് എപ്പോഴും ഇപ്പൊ ചോദിക്കുന്നത്, അപ്പൊ എപ്പോഴും ചോദിക്കുന്നത് നമുക്ക് തണുപ്പുള്ള എങ്ങോട്ടെങ്കിലും പോയാലോ ചോദിക്കും.
ആ കാട്ടിലേക്കോ അല്ലെങ്കിൽ ആ കാട്ടിലേക്ക് പോയാലോ നമുക്ക് കാട്ടിലേക്ക് പോയാലോ തണുപ്പുള്ള സ്ഥലത്തേക്ക് പോയാലോ എന്നൊക്കെ അല്ലേ. മിത്രക്കുട്ടി നല്ല സൂപ്പർ കുട്ടി. അതെ, അവിടെ എല്ലാവരുടെ അടുത്തും പോയിട്ട് ഉയർ കാണണേന്ന് പറയും. അവരോട് പറയും ഉയര് കാണണേ, ആ എന്നിട്ട് എന്നെ ഇഷ്ടാവണേന്ന് പറയും. എന്നിട്ട് എന്നെ ഇഷ്ടമാണ്. അച്ചോടാ, ആർക്കാ നിന്നെ ഇഷ്ടാവാത്തത്? എന്താ ഇഷ്ടവും എല്ലാവർക്കും. നല്ല മിടുക്കി കുട്ടിയാണ്. അപ്പം എല്ലാവരുടെ അടുത്ത് ലവ് യു എന്ന് പറഞ്ഞു. Love you. ലവ് യു, ടാറ്റാ ടാറ്റാ, സീ യു. ഇനി വരവില് കാണാന്ന് പറയൂ. ഇനി വരവില് കാണാം. കാണാം. ഓക്കേ, മിടുക്കി കുട്ടി, സൂപ്പർ. സിനിമ സ്വപ്നം കാണുന്നവർക്ക് ചാവറ ഫിലിം സ്കൂൾ, കൊച്ചി.